ബൾട്ടി ഡയറക്റ്റഡ് ബൈ ഉണ്ണി ശിവലിംഗം. സിനിമ എനിക്കിഷ്ടപ്പെട്ടു. ടോട്ടൽ നോക്കുകയാണെങ്കിൽ സിനിമയിൽ എടുത്തു പറയേണ്ടത് സിനിമയിലെ ആക്ഷൻ സീൻസും മ്യൂസിക്കുമാണ്. ഇതൊരു ആക്ഷന് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരുപാട് ഫൈറ്റ് സീൻസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫിലെ ഫൈറ്റ് സീൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റൈലിഷ് രീതിയിലാണ് അതിൻ്റെ ഒരു ഡയറക്ഷൻ. സെക്കൻഡ് ഹാഫിലെ ഫൈറ്റ് സീൻസ് കുറച്ചും കൂടി ഇന്റൻസീവ് ആണ്, കുറച്ചും കൂടി വയലൻസിന് പ്രാധാന്യമുള്ള ഫൈറ്റ് സീൻസ് ആണ്. പിന്നെ അതിൻ്റെ ഈ സിനിമയുടെ മ്യൂസിക്, സായി ആണ് മ്യൂസിക്. ബി ജി എമ്മും പിന്നെ ജാലക്കാരി എന്നുള്ള പാട്ടും, ഇത് രണ്ടും ഒരു ഫ്രഷ് ഫീൽ ആയിരുന്നു. പിന്നെ സ്റ്റണ്ട് വളരെ ഭംഗിയായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. 2 സ്റ്റണ്ട് മാസ്റ്റേഴ്സ് ആണുള്ളത്, സന്തോഷും വിക്കിയും. സിനിമ നടക്കുന്നത് ഒരു കേരള തമിഴ്നാട് ബോർഡറിലാണ്. അവിടുത്തെ 2-3 ഗ്യാങ്ങുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് സിനിമയുടെ വിഷയം. ഈ ഗ്യാങ്ങുകൾക്കിടയിൽ പെട്ടുപോകുന്ന ഒരു കബഡി ടീമും. ഒരു ടീമിൽ ഈ ഗ്യാങ്ങിന് വേണ്ടി ഒരു കബഡി ടീം കളിക്കാൻ വരുന്നു. പിന്നീട് ആ ഗ്യാങ്ങിന്റെയും മറ്റു ഗ്യാങ്ങുകളുടെയും ട്രാപ്പിൽ ഈ ടീമിലെ മെമ്പേഴ്സ് പെട്ടുപോകുന്നു. ഇതാണ് സിനിമയുടെ ഒരു പ്രധാന കഥ. അഭിനയത്തിൽ എടുത്തു പറയേണ്ടത് ഷെയ്ൻ നിഗവും പിന്നെ സെൽവരാഘവന്റെ അഭിനയവുമാണ്. ഷെയ്ന് ഒരുപാട് ഫൈറ്റ് സീൻസ് ഉണ്ട്, എല്ലാവർക്കും ഫൈറ്റ് സീൻസ് ഉണ്ട്. പക്ഷെ ഷെയ്ന്റെ ഫൈറ്റ് സീൻസ് കാണാൻ വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു, വളരെ സ്റ്റൈലിഷ് ആയിട്ടൊരു സ്വാഗ് ഉണ്ടായിരുന്നു ഫൈറ്റ് സീൻസിലെല്ലാം. ഒരുപാട് അഗ്രസീവ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി സെൽവരാഘവൻ, ഒരു 2-3 വില്ലന്മാരുണ്ട് സിനിമയില്. അതില് സെൽവരാഘവന്റെ ഒരു നെഗറ്റീവ് റോൾ എന്ന് വെച്ചൊരു കുറച്ചും കൂടി പ്രത്യേകത ഉള്ള റോളാണ്. അധികം കുറച്ച് കൂളാണ്, എന്നാൽ ചെയ്യുന്നതെല്ലാം വളരെ ബ്രൂട്ടലായ കാര്യങ്ങളാണ്. മാസ്റ്റേഴ്സിലെ വിജയ് സേതുപതിയുടെ പോലത്തെ ഒരു റോളാണ്. ആ റോൾ ഓർമ്മ വന്നു. സിനിമ എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഫാമിലി ഓഡിയൻസിന് അധികം സിനിമ ഇഷ്ടപ്പെടില്ല, കാരണം ഒരുപാട് ഫൈറ്റ് സീൻസ് ഉണ്ട് തുടക്കം മുതൽ അവസാനം വരെ. അതും പല രീതിയിലുള്ള ഫൈറ്റ്സ് ആണ്. ഇപ്പൊ ഫസ്റ്റ് ഹാഫിൽ ഒരു എടുത്തു പറയേണ്ട ഒരു ഫൈറ്റ്സ് ഉണ്ട്. ഒരു ഹോട്ടൽ ഒരു ഫൈറ്റ് ഉണ്ട്, അതിലൊരു സായി കൊടുത്തിട്ടുള്ള ഒരു മെലഡി പോലത്തെ ഒരു മ്യൂസിക്കാണ്. ആ മ്യൂസിക്കിന് പറ്റിയ ഒരു ഫൈറ്റും, അത് ഒരു വെറൈറ്റി ഫൈറ്റ് ആയിരുന്നു. സിനിമ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫും ഇഷ്ടപ്പെട്ടു, സെക്കൻഡ് ഹാഫും ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിലെ ഫൈറ്റ്സിൽ കുറച്ചും കൂടി പ്രേക്ഷകരെ കൂടി ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്, കാരണം പ്രേക്ഷകരും ആഗ്രഹിക്കും ആ ഫൈറ്റ് അവിടെ നടക്കണം എന്ന്. അപ്പം എനിവേ, ഇറ്റ്സ് എ ഗുഡ് മൂവി. My rating is 8 out of 10.